ഓഫീസിലെല്ലാവർക്കും ചേച്ചിയുടെ ഒരു അസൂയ വരാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു സ്ത്രീക്ക് കഴിയാത്തതാണല്ലോ ചേച്ചിക്ക് കഴിഞ്ഞത്. ഒരു ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ? ആ ധൈര്യം സമ്മതിച്ചു തന്നേ പറ്റൂ. എല്ലാം ഒരു ഭാഗ്യമായിട്ടാ പ്രിയ എനിക്ക് തോന്നുന്നത്. സാധാരണ പ്രതിക്ക് പറയാനുള്ളത് കേസിന്റെ തുടക്കത്തില് ഒരു ജഡ്ജിയും കേൾക്കാറില്ല. എഫ്ഐആർ വായിച്ചു നോക്കും, വകുപ്പ് നോക്കും, റിമാൻഡും ചെയ്യും. എന്തുകൊണ്ട് ജഡ്ജിക്ക് എന്നോട് അങ്ങനെ പറയാൻ തോന്നിയെന്ന് എനിക്കറിയില്ല. തോന്നിയാൽ മാത്രം പോരല്ലോ, എനിക്ക് പറയാനും പറ്റണ്ടേ. ഭംഗിയായിട്ട് എനിക്ക് എന്റെ ഭാഗം അവതരിപ്പിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞത് മുഴുവൻ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാ ഏറ്റവും പ്രധാനം. എന്തായാലും ജയിലിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയിട്ടാ അവിടുന്ന് കഷ്ടിച്ച് അത്ഭുതകരമായിട്ട് തിരിച്ചു വന്നത്. ശരത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനൊരു ട്വിസ്റ്റ്. ചേച്ചിക്കെതിരെ സാക്ഷി പറയാനാ ശരത്ത് അവിടെ എത്തിയത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആ പരിസരത്ത് വരില്ലായിരുന്നു. അവൻ മാത്രല്ലല്ലോ, ചന്ദ്രടക്കം എല്ലാരും വന്നില്ലേ. എന്റെ വീഴ്ച ആഘോഷിക്കാൻ വേണ്ടിയാ ആ തെമ്മാടിക്കൂട്ടം എത്തിയത്. എന്തോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. ഇനിയെന്താ ചേച്ചി അടുത്ത പരിപാടി? കേസ് നടക്കുമ്പോ ശരത്തിനെ ശിക്ഷിക്കണ്ടേ? അതിനുള്ള തെളിവുകൾ വേണ്ടേ? തെളിവൊക്കെ ഉണ്ടാക്കണം. ശരത്ത് മാത്രല്ല, ആ മാമച്ചനും അകത്ത് പോണം. എന്റെ ഇനിയുള്ള ശ്രമം അതിനു വേണ്ടിയിട്ടാ. അയാളെ പോലുള്ളവരാ സിസ്റ്റത്തെ മുഴുവൻ ദ്രവിപ്പിക്കുന്നത്. താഴെത്തട്ടിന്നല്ല, മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം ക്ലീനിങ്. എങ്കിലേ കുറച്ചെങ്കിലും ശരിയാവും. എല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മതി ചേച്ചി. അഭിനന്ദിക്കാൻ വരുന്നവര് പോലും നമുക്കെതിരായിരിക്കുമെന്ന് ഓർത്തേക്കണം. ആരെയും വിശ്വസിക്കാൻ പോണ്ട. ഞാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യൂ. ഒഫീഷ്യൽ ലൈഫിൽ എങ്ങനെ ഡിപ്ലോമാറ്റായിട്ട് പെരുമാറാന്നാ ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പത്ര പോരെങ്കിലും അധികം വൈകാതെ ഞാൻ മെച്ചപ്പെടും. എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെടട്ടെ. ശരത്തുമാരും മാമച്ചന്മാരും ഈ പേര് കേൾക്കുമ്പോ തന്നെ ഞെട്ടണം. നീ വാ. മനോഹര, നമുക്കേ ഒന്ന് പുറത്തു പോണം. നീ ആ കാറൊന്ന് എടുക്ക. എന്തിനാമ്മേ? ആദ്യം ജയിലിൽ ചെന്ന് ശരത്തുമോനെ ഒന്ന് കാണണം. എന്നിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കണം. പിന്നെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടുപിടിച്ച് കേസൊന്ന് ഏൽപ്പിക്കണം. എങ്ങനെയെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരണം മനോഹര. രണ്ടും നടക്കത്തില്ല അമ്മേ. ഞാനേ ഇതിന് കൂട്ടു നിൽക്കത്തില്ല. അപ്പൊ അവൻ അകത്ത് കിടന്നോട്ടെന്നാണോ നീ പറയുന്നേ? ആ അതെ. ഇനി ഒരിക്കലും ശരത്ത് പുറത്തു വരാതിരുന്ന അത്രയും സന്തോഷം. അങ്ങനെ സംഭവിച്ച ഈ വീട് മാത്രമല്ല, ഈ നാടും രക്ഷപ്പെടും. അങ്ങനെ പറയല്ലേ മനോഹര. ഇവിടെ ഈ വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവനാ അവൻ. അയ്യോ, അവനൊരു മോശകാലം വരുമ്പോ നമ്മൾ കൈവിട്ട് കളയുന്നത് ശരിയല്ല. അമ്മേ, എന്റെ വായിരിക്കുന്ന കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ വർത്തമാനം ഇവിടെ നിർത്തിക്കോണം. ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു പോലും. ഈ വീട് നശിപ്പിക്കും അവൻ ചെയ്തത്, അല്ലാതെ നന്നാക്കുമല്ലായിരുന്നു. എന്നാലും അങ്ങനെ അല്ലല്ലോ മനോഹര. അങ്ങനെ തന്നെ അമ്മേ. ഇപ്പൊ തന്നെ എന്തിനാ അവൻ അകത്ത് പോയത്? ദേവികമോളെ ചതിക്കാൻ നോക്കിയിട്ടല്ലേ? അങ്ങനെ ഒരുത്തനെ പുറത്തിറക്കണോന്ന് പറയാൻ അമ്മയ്ക്ക് നാണയില്ലേ? വേണ്ടടാ, നീ ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് അറിയായിരുന്നു. ആ അണിയാലോ. നിന്റെ സഹായം ഇല്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പുറത്തു പോകും. നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും. എന്റെ അനുവാദം ഇല്ലാതെ ഈ മിറ്റത്തേക്ക് എങ്ങാനും ഇറങ്ങിയ പിന്നെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറത്തില്ല. അങ്ങനെ ഇപ്പോ ഈ വീട്ടിലുള്ളവരാരും അവനെ സഹായിക്കണ്ട. അമ്മ നോക്കിയില്ലെങ്കിലും അവനെ പുറത്തിറക്കാൻ 100 പേര് കാണും. അവരിറക്കിക്കോളും. അമ്മ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. അത് ഞാൻ സമ്മതിക്കത്തുമില്ല. ഓ എന്റെ മനോഹര, എനിക്ക് അവനെ ഒന്ന് കാണണം. അതിനെങ്കിലും ഒന്ന് അനുവദിക്കണം. അയ്യോ, ഇത്രയും കാലം കണ്ടില്ലേ? ഇനി മൊബൈലിൽ അവന്റെ ഫോട്ടോ എടുത്ത് കാണാം. അതാ നല്ലത്. അവനെ കാണേണ്ട ഒരു കാര്യമില്ല. മനോഹര, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ സമ്മതിക്കത്തില്ലമ്മേ. എന്റെ സഹായം ഈ കാര്യത്തിൽ അമ്മ പ്രതീക്ഷിക്കണം. ആ നേരത്തെ അമ്മ അകത്ത് പോയി രാമായണം എടുത്തു വെച്ച് വായിക്കുക. കുറച്ച് പുണ്യെങ്കിലും കിട്ടും. ചെല്ല്. ഞാനൊന്ന് നോക്കട്ടെ. ആ
അയ്യോ അവിടെ നിക്കേ. എങ്ങോട്ടാ ഈ കേറി പോന്നേ? വരുന്നവർക്കും പോന്നവർക്കും കേറി നിരങ്ങാനേ ഇത് സത്രമൊന്നുമല്ല. ഞങ്ങളൊരു വിവരം അറിയാൻ വേണ്ടി വന്നാ. അതിനു മുമ്പേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണോ? അല്ല. ആ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ എങ്ങനെ ഒരുമിച്ച് നടക്കാൻ പാടുള്ളൂ എന്നുണ്ടോ മുത്തശ്ശി? നീ ഇതിനകത്ത് അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അനിയത്തെ കണ്ടാണല്ലോ ചേച്ചി പഠിക്കുന്നത്. ഓ നാണം ഇല്ലല്ലോ നിങ്ങക്ക്. ഒന്നുമല്ലെങ്കിൽ നീ ഒരു ഡോക്ടറല്ലേ? നല്ലൊരു പെങ്കൊച്ചല്ലേടാ ആ അക്ഷര. അവളെ പറ്റിക്കല്ലേടാ നീ ചെയ്യുന്നേ? കാര്യം അറിയാതെ സംസാരിക്കരുത് മുത്തശ്ശി. അല്ലെങ്കിൽ ഇവരോടൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല നിരഞ്ജൻ. ഇവരൊക്കെ പഴയ തലമുറയല്ലേ, ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഒരു പുതിയ തലമുറ വന്നേക്കുന്നു. ഇവിടെ ഒരുത്തിയുണ്ട്, അവൾക്ക് സിദ്ധൂര്യം വേണം. നിനക്ക് ഇവന് മര്യാദയ്ക്ക് സംസാരിക്കണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എടി എന്ത് ചെയ്യുമെന്ന്? അല്ലേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാണോ നീ? മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അയ്യോ ഞാനങ്ങ് പോയേക്കാം. അല്ലെങ്കിൽ തന്നെ ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. ഡോക്ടറെ സ്നേഹം കൊണ്ട് പറയുക, ഇതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. ഞങ്ങൾ വന്നതും ദേവിയെ കുറിച്ച് അറിയാനാ. അറസ്റ്റിലായിന്ന് കേട്ടു. ചതിച്ചതാ. പക്ഷെ ജഡ്ജിക്ക് സത്യം മനസ്സിലായതുകൊണ്ട് ചേച്ചിയെ വെറുതെ വിട്ടു. വിവരം അറിഞ്ഞപ്പോ പേടിച്ചുപോയി. ഫോൺ പോലും ചെയ്യാതെ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. രക്ഷപ്പെട്ടല്ലോ, സന്തോഷം. എന്നാ വരട്ടെ. അല്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവട്ടെ.